നമസ്കാരം. പ്രധാന വാർത്തകൾ. ഓണാഘോഷങ്ങളിൽ ഹരിതചട്ടങ്ങൾ കർശനമായി പാലിക്കണമെന്ന് മന്ത്രി എം പി രാജേഷ്. ആഘോഷവേളകളിൽ പലപ്പോഴും ഉയർന്ന തോതിൽ മാലിന്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ടെന്നും ആഘോഷങ്ങൾ കഴിഞ്ഞാൽ വൃത്തിയാക്കുന്നതും ഒരു ആഘോഷമാക്കി മാറ്റണമെന്നും മന്ത്രി. പാലക്കാട്ട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ. കാർഷിക സമൃദ്ധിയുടെ പൊന്നോണത്തെ വരവേറ്റ് മലയാളികൾ. പൂവിളിയും ആർപ്പുവിളിയുമായി ഓണാഘോഷത്തിമിർപ്പിൽ മലയാളക്കര. നാടെങ്ങും ഓണാഘോഷ പരിപാടികൾ സജീവം. ഗുരുവായൂരിൽ ദർശനത്തിനായി എത്തിയത് 10,000. കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനം. തിരുവോണനാളിൽ വേറിട്ട പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. പ്രതിഷേധ പരിപാടി തൃശൂർ DIG ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർ കുറ്റാരോപിതരായ പോലീസുകാർക്ക് പ്രതീകാത്മകമായി കൊലച്ചോറ് വിളമ്പി. കാര്യമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാത്തത് കുറ്റക്കാരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണെന്നും ആക്ഷേപം. കർഷകർക്ക് കണ്ണീരോണം. സപ്ലൈകോയ്ക്ക് നെല്ല് നൽകി 6 മാസം കഴിഞ്ഞിട്ടും കർഷകർക്ക് പണം ലഭിച്ചില്ലെന്ന് പരാതി. കർഷകരെ അണിനിരത്തി കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവോണനാളിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അടുപ്പുകൂട്ടി കഞ്ഞിവെച്ച് പ്രതിഷേധം. നബിദിനം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി മുസ്ലിം മതവിശ്വാസികൾ നബിദിനം ആഘോഷിച്ചു. നാടെങ്ങും വിവിധ മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും ആഘോഷ പരിപാടികളും. വാർത്തകൾ വിശദമായി. ഓണാഘോഷങ്ങളിൽ ഹരിതചട്ടങ്ങൾ കർശനമായി പാലിക്കണമെന്ന് മന്ത്രി എം പി രാജേഷ്. പാലക്കാട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആഘോഷവേളകളിൽ പലപ്പോഴും ഉയർന്ന തോതിൽ മാലിന്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ടെന്നും ആഘോഷങ്ങൾ അവസാനിച്ചാൽ വൃത്തിയാക്കുന്നതും ഒരു ആഘോഷമായി മാറ്റണമെന്നും മന്ത്രി പറഞ്ഞു. ഇത്തവണത്തെ ഓണം ഉൾപ്പെടെയുള്ള എല്ലാ ആഘോഷങ്ങളും ഹരിതചട്ടം പാലിച്ചുകൊണ്ട് ആഘോഷിക്കണമെന്ന് സർക്കാർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. ആഘോഷവേളകളിൽ പലപ്പോഴും ഉയർന്ന തോതിൽ മാലിന്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ടെന്നും ആഘോഷങ്ങൾ അവസാനിച്ചാൽ വൃത്തിയാക്കുന്നതും ഒരു ആഘോഷമാക്കി മാറ്റണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കഴിഞ്ഞ ജനുവരി മുതൽ ജൂൺ വരെ 5 മാസം കൊണ്ട് സംസ്ഥാനത്തെ പൊതുയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിഞ്ഞതിന് ചുമത്തിയ പിഴ 9.55 കോടി രൂപയാണെന്നും ഒരു വർഷം കൊണ്ട് കേരളത്തിൽ ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യത്തിന്റെ അളവ് 1,52,000 ടണ്ണാണെന്നും മന്ത്രി സൂചിപ്പിച്ചു. ആഘോഷം അവശേഷിപ്പിക്കുന്നത് ഒരുപാട് മാലിന്യമാണ്. അതുകൊണ്ടാണ് ഇത്തവണ സർക്കാർ കർശനമായി നിർദ്ദേശിച്ചിട്ടുള്ളത് ആഘോഷങ്ങളെല്ലാം ഹരിതചട്ടം പാലിച്ചുകൊണ്ടായിരിക്കണം എന്ന്. ഹരിത ഓണം എന്ന് അതുകൊണ്ട് പറഞ്ഞതാണ്. മഹാബലിയെ ഗവൺമെന്റ് ഇപ്രാവശ്യം അവതരിപ്പിക്കുന്നത് നേരത്തെ CT അജയൻ പറഞ്ഞതുപോലെ പ്രജാക്ഷേമ തൽപരനായ ഒരു ചക്രവർത്തി എന്ന നിലയിൽ മാത്രമല്ല, വൃത്തിയുടെ ചക്രവർത്തി എന്ന നിലയിൽ കൂടിയാണ്. സംസ്ഥാനത്തെ നെല്ല് കർഷകരിൽ നിന്ന് നെല്ലെടുത്ത വകയിൽ 1,645 കോടി രൂപയാണ് കൊടുക്കാനുണ്ടായിരുന്നത്. ഇതിൽ 1,399 കോടി രൂപ കൊടുത്തു. ബാക്കിയുള്ള 246 കോടി രൂപ ഓണത്തിന് ശേഷമുള്ള ആദ്യ പ്രവൃത്തി ദിവസം തന്നെ കർഷകരുടെ അക്കൗണ്ടിൽ എത്തിച്ചേരുമെന്നും മന്ത്രി അറിയിച്ചു. പാലക്കാട് രാപ്പാടി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ TR അജയൻ, നാടൻപാട്ട് കലാകാരൻ മണ്ണൂർ ചന്ദ്രൻ, DTPC ഉദ്യോഗസ്ഥരായ P മധു, K ശിവശങ്കരൻ നായർ, ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറി സിൽബർട്ട് ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാമണ്ഡലം വിവേകും സംഘവും അവതരിപ്പിച്ച മീഴാവ് മേളവും സിനിമാ താരം ശ്രുതി ജയനും സംഘവും അവതരിപ്പിച്ച നൃത്ത പരിപാടിയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തിരുവോണം ആഘോഷിച്ച് മലയാളികൾ. പൂക്കളമിട്ടും ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചും ഒരിക്കൽ കൂടി തിരുവോണം കെങ്കേമമായി മലയാളികൾ ആഘോഷിച്ചു. ആഘോഷിച്ച് മതിവരാതെ ഒരു തിരുവോണം കൂടി കടന്നുപോകുന്നു. സമ്പദ് സമൃദ്ധിയുടെ ഉത്സവം കൂടിയാണ് ഓണം. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഒരു തിരുവോണം കൂടി ആഘോഷിച്ചിരിക്കുകയാണ് മലയാളികൾ. കാർഷിക സമൃദ്ധിയുടെ തിരുവോണത്തെ വരവേറ്റതോടെ മലയാളക്കരയിൽ ഇന്ന് ആഘോഷത്തിമിർപ്പിലായിരുന്നു മലയാളികൾ. രാവിലെ ഭവനങ്ങളിലും മറ്റും പൂക്കളം തീർത്തു. പൂവിളിയും ആർപ്പുവിളിയും ഉയർന്നു. ഇതിനു പുറമെ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കലും ഒത്തുചേരലും ആഘോഷത്തിന് മാറ്റുകൂട്ടി. തിരുവോണ ദിനത്തിലും ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്ന തിരക്കിലായിരുന്നു മലയാളികൾ. അങ്ങനെ ആഘോഷിച്ച് മതിവരാതെ മലയാളക്കര. ഓണം സമ്പദ് സമൃദ്ധിയുടെ ഉത്സവം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ലോകമെങ്ങുമുള്ള ഓരോ മലയാളികളും ഇന്ന് തിരുവോണം മതിവരാതെ ആഘോഷിച്ചു. നാട്ടിൻപുറങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലുമെല്ലാം ആഘോഷ പരിപാടികൾ സജീവമായിരുന്നു.
വിവിധ സംഘടനകളും ക്ലബ്ബുകളുടെയും ആഭിമുഖ്യത്തിലായിരുന്നു എങ്ങും ആഘോഷ പരിപാടികൾ. ന്യൂസ് സെന്റർ ഷൊർണൂർ. തിരുവോണ ദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി ഒഴുകിയെത്തിയത് പതിനായിരങ്ങൾ. പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ ഇത്തവണ ഓണപ്പുടവ സമർപ്പണവും വിശേഷാൽ കാഴ്ചശീവേലിയും മേളവും ഉണ്ടായിരുന്നു. പുലർച്ചെ 4:30 ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പണം നടന്നു. ക്ഷേത്രം ഊരാളൻ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ആദ്യം ഓണപ്പുടവ സമർപ്പിച്ചു. തുടർന്ന് ദേവസ്വം ചെയർമാനും ഭരണസമിതി അംഗങ്ങളും ഭക്തരും ഓണപ്പുടവ സമർപ്പണം നടത്തി. തിരുവോണ ദിനത്തിൽ 10,000 പേർക്കുള്ള വിശേഷാൽ പ്രസാദകൂട്ടാണ് ഒരുക്കിയിരുന്നത്. രാവിലെ 9-ന് പ്രസാദകൂട്ട് ആരംഭിച്ചു. പ്രസാദകൂട്ടിന് നീണ്ട നിരയാണ് ഉണ്ടായിരുന്നത്. കാളൻ, ഓലൻ, എരിശ്ശേരി, പഴം പ്രഥമൻ, മോര്, കായവറവ്, പപ്പടം, അച്ചാർ ഉൾപ്പെടെയുള്ള വിഭവസമൃദ്ധമായ സദ്യയാണ് ഉണ്ടായിരുന്നത്. അന്നലക്ഷ്മി ഹാളിലും അതിനോട് ചേർന്ന പന്തലിലുമായിരുന്നു പ്രസാദകൂട്ട്. രാവിലെ കാഴ്ചശീവേലിക്ക് ഗജവീരൻ, ഇന്ദ്രസൻ, ജൂനിയർ വിഷ്ണു, അനന്തനാരായണൻ എന്നീ ദേവസ്വം കൊമ്പന്മാർ കോലമേന്തി. ചൊവ്വല്ലൂർ മോഹന വാര്യരും സംഘവും മേളം ഒരുക്കി. ഉച്ചതിരിഞ്ഞുള്ള ശീവേലിക്ക് രാജശേഖരൻ, ഇന്ദ്രസൻ, ശങ്കരനാരായണൻ, രാത്രി ശീവേലിക്ക് ബാലകൃഷ്ണൻ, ഗോപാലകൃഷ്ണൻ, ശങ്കരനാരായണൻ എന്നീ കൊമ്പന്മാർ കോലമേന്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓടിക്കൊണ്ടിരുന്ന പാലക്കാട് എറണാകുളം മെമു ട്രെയിനിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. മെമു സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ട്രെയിനിനുള്ളിൽ പൂക്കളവും ഓണപ്പാട്ടും ഓണസമ്മാനവുമായാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ 5 വർഷത്തിലധികമായി മെമു സ്നേഹ സൗഹൃദ കൂട്ടായ്മ പാലക്കാടിൻ്റെ ആഭിമുഖ്യത്തിലാണ് ട്രെയിനിൽ തിരുവോണം നാളിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. പൂക്കൾ മെഡൽ, ഓണപ്പാട്ടുകൾ, നറുക്കെടുപ്പിലൂടെ ഓണസമ്മാനം വിതരണം ചെയ്യൽ, കൂടാതെ യാത്രക്കാർ എല്ലാവർക്കും മധുര വിതരണം ചെയ്യലും ഓണസദ്യയും മെമുവിൽ ഉണ്ടായിരുന്നു. പാലക്കാട് സ്ഥിരം യാത്രക്കാരുടെ കൂട്ടായ്മയാണ് ഇത്തരമൊരു ഓണാഘോഷം സംഘടിപ്പിച്ചത്. മെമു സ്നേഹ സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വളരെ കുറച്ച് വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയ രീതിയിലുള്ള ഒരു ഓണാഘോഷമാണ്. അപ്പോൾ ഇപ്രാവശ്യം അതിവിപുലമായ രീതിയിൽ തന്നെയാണ് നമ്മൾ ഓരോരുത്തരെയും. കൂടാതെ എല്ലാ വർഷവും അത്തത്തിന് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ജില്ലാ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ പൂക്കളവും കൂട്ടായ്മ ഇട്ടുവരാറുണ്ട്. ഓടുന്ന ട്രെയിനിൽ വിപുലമായ ഓണാഘോഷം സംഘടിപ്പിച്ചത് യാത്രക്കാർക്കും വേറിട്ട കാഴ്ചയായി. മെമു ട്രെയിനിനെ പൂമാലകൾ കൊണ്ടും തോരണങ്ങൾ കൊണ്ടും അലങ്കരിച്ചായിരുന്നു ഓണാഘോഷം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടുകൂടി ഓണാഘോഷം സംഘടിപ്പിച്ചു. 2 ദിവസങ്ങളിലായിരുന്നു ആഘോഷം. തിരുവോണം നാളിൽ മാവേലിയുടെ ഗൃഹസന്ദർശനവും ഉണ്ടായിരുന്നു. ഷൊർണൂർ മൈത്രി നഗർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പോരാടം തിരുവോണം നാളിലായിരുന്നു ആഘോഷ പരിപാടികൾ ഒരുക്കിയത്. രാവിലെ പൂക്കളം തീർത്തു. തുടർന്ന് ആഘോഷത്തിന്റെ ഭാഗമായി മാവേലി പായസവുമായി വീടുകളിൽ സന്ദർശനവും നടത്തി. എല്ലാ കുടുംബാംഗങ്ങളെയും മാവേലിയെ ആഹ്ലാദപൂർവ്വം സ്വീകരിച്ചു. ചെറിയ കുട്ടികളുടെ പങ്കാളിത്തവും ആഘോഷങ്ങൾ മനോഹരമാക്കി. കഴിഞ്ഞ ദിവസം കസേരക്കളി, പാസിംഗ് ക്യാമ്പ്, ലെമൺ സ്പൂൺ, സുന്ദരിക്ക് പൊട്ടുതൊടൽ തുടങ്ങി വിവിധ പരിപാടികളും ഉണ്ടായിരുന്നു. വിജയികൾക്ക് സമ്മാനദാനവും നടത്തി. പ്രസിഡന്റ് രാധാകൃഷ്ണൻ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. എക്സിക്യൂട്ടീവ് അംഗം ശരത് ചന്ദ്രൻ സമ്മാന വിതരണം ചെയ്തു. ജോയിന്റ് സെക്രട്ടറി സതീഷ് കിരിയത്ത്, എക്സിക്യൂട്ടീവ് അംഗം ബേബി കിരിയത്ത്, വിനോദ് സാന്ദ്രം, വൈസ് പ്രസിഡന്റ് സരോജിനിയമ്മ തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് തിരുവോണ നാളിൽ വേറിട്ട പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. തൃശൂർ DIG ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർ കുറ്റാരോപിതരായ പോലീസുകാർക്ക് പ്രതീകാത്മകമായി കൊലച്ചോർ വിളമ്പി ആയിരുന്നു പ്രതിഷേധം. സമരം യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു. കുറ്റാരോപിതരായ പോലീസുകാരുടെ മുഖംമൂടി ധരിച്ച് പോലീസ് യൂണിഫോമിലെത്തിയ പ്രവർത്തകരെ മറ്റ് പ്രവർത്തകർ ചാട്ടവാറുകൊണ്ട് അടിച്ചു. തുടർന്ന് DIG ഓഫീസിന് മുന്നിൽ പ്രതീകാത്മകമായി പ്രതികളായ പോലീസുകാർക്ക് ഇലയിൽ കൊലച്ചോറ് വിളമ്പി കുടിക്കാൻ രക്തം ഒഴിച്ചു നൽകി. സമരം യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ വീടിനടുത്തേക്ക് സ്ഥലം മാറ്റിയതും ഇൻക്രിമെന്റ് കട്ട് ചെയ്തതുമല്ലാതെ കാര്യമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാത്തത് കുറ്റക്കാരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണെന്ന് ബിനു ചുള്ളിയിൽ ആരോപിച്ചു.
4 പോലീസ് സേമാമാരെ യൂണിഫോം ഇട്ടിരുത്തി തിരുവോണ നാളിൽ കൊലച്ചോറ് തീറ്റിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതീകാത്മകമായ സമരമാണ് ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങൾക്കറിയാഞ്ഞിട്ടല്ല. വെള്ള ഷർട്ടും വെള്ളമുണ്ട് വിരുത്ത് ഇപ്പുറത്ത് പിണറായി വിജയനെ ഇരുത്തുവാനും ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ചെയ്യാത്തത് ഈ പറയുന്ന മാന്യതയുടെ പേരിലാണ്. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ്. നിങ്ങൾ മറുപടി പറയണം. നിങ്ങൾ ഈ 4 പോലീസ് ഉദ്യോഗസ്ഥരെ തലസ്ഥാനത്തുനിന്ന് മാറ്റി നിർത്തണം. അന്വേഷണവുമായി ബന്ധപ്പെട്ട് സ്ഥലം മാറ്റം കൊടുത്തുവെന്ന വലിയ വീരവാദം പറയുന്നത് ഇവിടുത്തെ ഒരു പോലീസ് സേമാൻ നമ്മളെല്ലാവരും കണ്ടു. ഹരിശങ്കർ എന്ന് പറയുന്ന ഒരു പോലീസ് സേമാൻ പറയുന്നത് അന്വേഷണ വിധേയമായി അവരെ സ്ഥലം മാറ്റിയെന്ന. നാണമുണ്ടോ നിങ്ങൾക്ക് പറയുവാൻ? വീടിന്റെ അടുത്തേക്ക് സ്ഥലം മാറ്റുന്നതാണ് വകുപ്പ് തല അന്വേഷണം. ഞാൻ ചോദിക്കട്ടെ, SHO മുതൽ ഉന്നതരായ ഉദ്യോഗസ്ഥർ വരെ ഈ വീഡിയോ കണ്ടിട്ടില്ലേ? വരും ദിവസങ്ങളിലും ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ബിനു ചുള്ളിയിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നബിദിനം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1500-ാം ജന്മദിനത്തിന്റെ ഭാഗമായി കുളപ്പള്ളിയിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. കുളപ്പള്ളി മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. നബിദിനം ആഘോഷിച്ച് മുസ്ലിം വിശ്വാസികൾ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1500-ാം ജന്മദിനത്തിന്റെ ഭാഗമായാണ് നബിദിനാഘോഷം സംഘടിപ്പിച്ചത്. വിവിധയിടങ്ങളിൽ വിവിധ പരിപാടികളോടുകൂടി നബിദിനം ആഘോഷിച്ചു. കുളപ്പള്ളിയിലും നബിദിന റാലി സംഘടിപ്പിച്ചു. കുളപ്പള്ളി മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു നബിദിന റാലി. ടൗണിൻ്റെ വിവിധ ഭാഗങ്ങൾ ചുറ്റിയ റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു. ദഫ്മുട്ടും അകമ്പടിയായി. നബിദിന റാലിക്ക് പുറമെ ഗ്രാൻഡ് മൗലിദ്, കുട്ടികളുടെ വിജ്ഞാന പരിപാടികൾ, അന്നദാനം എന്നിവയും ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തി മുനീർ ഇസ്ലാം മദ്രസയുടെ നേതൃത്വത്തിൽ നബിദിന ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. മദ്രസയിൽ നടന്ന പതാക ഉയർത്തൽ കർമ്മം മഹല്ല് പ്രസിഡന്റ് CM സൈദലവി ഹാജി നിർവഹിച്ചു. മദ്രസയിൽ നടന്ന പതാക ഉയർത്തൽ കർമ്മം മഹല്ല് പ്രസിഡന്റ് CM സൈദലവി ഹാജി നിർവഹിച്ചു. മഹല്ല് ഖത്തീബ് ജാഫർ അമീൻ കാമിൽ സഖാഫി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മദ്രസ അധ്യാപകനായ അൽ ആഫിദ് സൽമാൻ ഉമ്മർ യമനി, മറ്റു ഭാരവാഹികളായ മുഹമ്മദ് ഷിഹാബ്, സിദ്ദീഖ്, മുഹമ്മദ് കുട്ടി ഹാജി, അബ്ദുൾ റസാഖ്, അബ്ദുൾ ജലീൽ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ദഫ്മുട്ടിന്റെയും സ്കൗട്ടിന്റെയും ഫ്ലവർ ഷോയുടെയും അകമ്പടിയോടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് മുഹമ്മദ് നബിയുടെ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ചെറുതുരുത്തി ടൗൺ ചുറ്റി പുതുശ്ശേരി വഴി കോഴിമാപറമ്പ് ക്ഷേത്രം പരിസരത്തിലൂടെ നീങ്ങി ചെറുതുരുത്തിയിൽ സമാപിച്ചു. തുടർന്ന് മധുരപലഹാര വിതരണവും പായസ വിതരണവും നടന്നു. വീടുകളിലേക്കുള്ള ഭക്ഷണം ചെറുതുരുത്തി സിറ്റി കമ്മ്യൂണിറ്റി ഹാളിൽ വിതരണം ചെയ്തു. വിദ്യാർത്ഥികളുടെ മറ്റു കലാപരിപാടികളും വെള്ളി, ശനി ദിവസങ്ങളിലായി ചെറുതുരുത്തിയിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കർഷകർ ദുരിതത്തിൽ. സപ്ലൈകോയ്ക്ക് നെല്ല് നൽകി 6 മാസം കഴിഞ്ഞിട്ടും കർഷകർക്ക് പണം ലഭിച്ചില്ലെന്ന പരാതി. വിഷയവുമായി ബന്ധപ്പെട്ട് തിരുവോണനാളിൽ കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അടുപ്പുകൂട്ടി കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു. കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അടുപ്പുകൂട്ടി കഞ്ഞിവെക്കൽ സമരം നടത്തിയത്. പ്രതിഷേധ സമരം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം NK ശശിധരൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി PR രമേശ്, മുൻ മണ്ഡലം പ്രസിഡന്റ് MK സുരേഷ്, PK കൃഷ്ണദാസ്, മണ്ഡലം ട്രഷറർ കൃഷ്ണൻ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ സുലൈമാൻ, ശാന്തകുമാരൻ, യൂത്ത് കോൺഗ്രസ് നേതാവ് PP സുധ, കർഷക കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ തിരുവോണനാളിൽ കോട്ടായിലെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ സൂചകമായി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ കഞ്ഞി വെച്ചുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. കർഷകരെ ദ്രോഹിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ, പിണറായി സർക്കാരിൻ്റെ ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി കർഷകർ നടത്തുന്ന പ്രതിഷേധത്തിൻ്റെ ഭാഗമായി കോട്ടായിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും ഇന്നിവിടെ പ്രതിഷേധിക്കുകയാണ്. കേരളത്തിലെ ആഗോളമുള്ള മുഴുവനായിട്ടുള്ള കർഷകർ അളന്ന നെൽകർഷകർ കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ അളന്നിട്ടുള്ള നെല്ലിൻ്റെ പണം നാളിതുവരെ 7 മാസമായിട്ട് പോലും കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആയിരക്കണക്കിന് കോടി രൂപയുടെ കണക്കുകൾ
നിരപരാധികരായ കർഷകർ, അസംഘടിതരായ കർഷകരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു രൂപ പോലും നാളിത് വരെ നൽകാൻ കർഷകർക്ക് തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഭഗവാനോടുള്ള ഇഷ്ടം ഏറെയായതിനാൽ പൂക്കളത്തിൽ ശ്രീകൃഷ്ണനെയും ഗണപതിയെയും വരച്ച് മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം.എൻ. ഗോകുൽദാസും ഭാര്യ ഉമാമഹേശ്വരിയും കോയമ്പത്തൂരിൽ നിന്ന് പൂക്കൾ എത്തിച്ചാണ് വലിയ പൂക്കളം വീടിനകത്ത് ഒരുക്കിയത്. ഇരുവരും ചേർന്ന് 1.5 മണിക്കൂർ പരിശ്രമിച്ചാണ് ഭഗവാന്റെ ചിത്രം പൂക്കളമായി ഒരുക്കിയത്. കഴിഞ്ഞ ദിവസം ഗണപതിയെയും വരച്ചിരുന്നു. റിട്ടയർഡ് ബാങ്ക് ജീവനക്കാരിയായ ഉമാമഹേശ്വരി വ്യത്യസ്തമായ കരകൗശല വസ്തുക്കൾ കൊണ്ട് വീട് അലങ്കരിച്ചിട്ടുണ്ട്. ചിത്രകലകളെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഉമാമഹേശ്വരി വീട്ടിലും ഇത്തരം വ്യത്യസ്ത ചിത്രങ്ങൾ വരച്ച് സമയം ചിലവഴിക്കുന്നു. ഇതിന് പൂർണ്ണ പിന്തുണയായി ഭർത്താവ് ഗോകുൽദാസും കൂടെയുണ്ട്. എത്ര ദിവസം ഏതെല്ലാം ആൾക്കാർ വരച്ചു? പിന്നെ ഗണപതിനെ ഇന്നലെ വരച്ചു. ഇത് ആദ്യമായിട്ടാണ്, ഫസ്റ്റാണ് ഞാൻ കൃഷ്ണനെ കൊണ്ട് ഈ പൂക്കൾ ഇടുന്നത്. സാധാരണ പൂക്കൾ ഒരു ഡിസൈൻ മാത്രമേ ഇടാറുള്ളൂ. കൃഷ്ണനെ വളരെ ഇഷ്ടമല്ലേ, നമുക്ക് എല്ലാവർക്കും കൃഷ്ണനെ ഇഷ്ടമല്ലേ, അപ്പൊ അങ്ങനെ ഉണ്ണിക്കണ്ണനെ വരയ്ക്കണം. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ഷൊർണൂർ കോഴിപ്പാറയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. വെളുത്താൻമാരിൽ കൃഷ്ണൻകുട്ടിയുടെ വീട്ടിലെ കിണറാണ് കഴിഞ്ഞ രാത്രിയിൽ ഇടിഞ്ഞു താഴ്ന്നത്. വീടിനോട് ചേർന്നാണ് കിണർ സ്ഥിതി ചെയ്യുന്നത്. ഇതുമൂലം കുടുംബം വലിയ ഭീതിയോടെയാണ് കഴിയുന്നത്. കിണർ ഇടിഞ്ഞു താഴ്ന്നപ്പോൾ വലിയ ശബ്ദം ഉണ്ടായതായും വീട്ടുകാർ പറയുന്നു. പട്ടികജാതി ക്ഷേമ സമിതി കോഴിപ്പാറ യൂണിറ്റ് സെക്രട്ടറിയും ഓട്ടത്തൊഴിലാളിയുമാണ് കൃഷ്ണൻകുട്ടി. മങ്കര കണ്ണമ്പരിയാരം സന്തോഷ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, യുവജന സമിതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഓണാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. രാവിലെ ക്ഷേത്രത്തിൽ വലിയ പൂക്കളവും ഒരുക്കിയിരുന്നു. രാവിലെ മാവേലിയും സംഘവും ഒരുക്കിയ ഘോഷയാത്ര, ഗൃഹസന്ദർശനം എന്നിവയുണ്ടായി. മാവേലിയായി വിനോദും വാമനനായി പ്രശോഭും വേഷമിട്ടു. ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെയായിരുന്നു ഗൃഹസന്ദർശനം. നൂറോളം വീടുകളിൽ വാമനൻ ഗൃഹസന്ദർശനം നടത്തി. ഉച്ചയ്ക്ക് ശേഷം ക്ഷേത്ര മൈതാനിയിൽ വിവിധയിനം മത്സരങ്ങളുമുണ്ടായിരുന്നു. ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡ് കണ്ണമ്പരിയാരത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഓണത്തോടനുബന്ധിച്ച് ഇവിടുത്തെ യുവജന സമിതിയും അതുപോലെ തന്നെ SSACയും സംയുക്തമായി ചേർന്നുകൊണ്ട് വിവിധങ്ങളായ പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഫുട്ബോൾ മത്സരം, വോളിബോൾ മത്സരം, ലോങ് റേസുകൾ ഒക്കെ ഈ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി. ഇന്ന് മഹാബലിയും വാമനനും എല്ലാ വീടുകളിലും കയറി ഈ ഐശ്വര്യസമൃദ്ധമായ ഓണം ആഘോഷിക്കുന്നവരെ അനുഗ്രഹിക്കുന്നതിനുള്ള നടപടികളുമായാണ് മുന്നോട്ട് പോകുന്നത്. ന്യൂസ് ബ്യൂറോ, പതിരിപ്പാല. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ പുതുശ്ശേരി മഹലിലെ ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ നബിദിനം ആഘോഷിച്ചു. രാവിലെ മഹല്ല് പ്രസിഡന്റ് സയ്യിദ് ഖാസിം തങ്ങൾ പതാക ഉയർത്തിയതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. പുതുശ്ശേരി ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ അതിഗംഭീരമായ നബിദിനം ആഘോഷിച്ചു. രാവിലെ മഹല്ല് പ്രസിഡന്റ് സയ്യിദ് ഖാസിം തങ്ങൾ പതാക ഉയർത്തി. മഹല്ല് ഖത്തീബ് മുഹമ്മദ് മുസ്തഫ ബദരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മറ്റു ഭാരവാഹികളായ ഫക്രുദ്ദീൻ, സിദ്ദിഖ് മുളയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. إلى حضرات أزواجه طاهرات أمهات المؤمنين وأهل بيته وعطرته وأهل الخير وأهل الحق كلهم يا رب العالمين. വിദ്യാർത്ഥികളുടെ ദഫ്, സ്കൗട്ട്, ഫ്ലവർ ഷോ എന്നിവയുടെ അകമ്പടിയോടെ ഘോഷയാത്ര ഉണ്ടായിരുന്നു. വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി പുതുശ്ശേരി മഹല്ല് നിവാസികൾ അണിയിച്ചൊരുക്കിയ നബിദിന ഘോഷയാത്രയാണ് ഇതുവഴി കടന്നു വരുന്നത്. ആശീർവദിക്കുക. മധുരപലഹാര വിതരണവും നടന്നു. നൂറുകണക്കിന് മുസ്ലിം വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മാറ്റുലി. രാജ്യത്തുടനീളം പോലീസ് സ്റ്റേഷനുകളിൽ CCTV ക്യാമറകൾ പ്രവർത്തനരഹിതമാണെന്ന് ചൂണ്ടിക്കാട്ടിയ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തിരിക്കുന്നു. CCTV ക്യാമറകൾ പൂർണ്ണമായും നടപ്പാക്കണമെന്ന വിധി പൂർണ്ണമായും നടപ്പാക്കിയിട്ടുമില്ല. ഈ വിഷയത്തിൽ നിങ്ങൾ എന്ത് കരുതുന്നു? അഭിപ്രായങ്ങൾ തേടുകയാണ് ഇന്ന് മാറ്റുലി. പ്രതികരണങ്ങളിലേക്ക്. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ CCTV പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നത് തന്നെ ഗുരുതര വീഴ്ചയാണ്.
ഇന്നത്തെ കാലഘട്ടത്തിലും ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ കേട്ടുവരുന്ന വാർത്തയാണ്. ഒരു പൊതുപ്രവർത്തകനെ, യാതൊരു കേസിലും പെടാത്തൊരു പൊതുപ്രവർത്തകനെ കൊണ്ടുപോയി ക്രൂരമർദ്ദനം നടത്തി നിരവധി വിവരാവകാശ രേഖകൾ ചോദിച്ച് ശേഷമാണ് വിവരാവകാശ കമ്മീഷൻ തന്നെ ഇടപെട്ടുകൊണ്ടാണ് പുള്ളിക്ക് ആ വീഡിയോ കിട്ടിയതും അത് പൊതുജനത്തിലെത്തിയതും. എന്നിരിക്കെ CCTV ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ല എന്ന് സുപ്രീം കോടതിയുടെ വിധി അടിയന്തരമായി തന്നെ എല്ലാ സ്റ്റേഷനുകളിലും CCTV പ്രവർത്തിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുകയും ഇന്നും പോലീസിലെ ഒരു വിഭാഗം 3ാം മുറ പ്രയോഗത്തിൻ്റെ ആളുകളാണ്. ഇത് ഭരണ സംവിധാനത്തിലെ അല്ലെങ്കിൽ ഭരിക്കുന്നവരുടെയും വീഴ്ചയാണ്. കാരണം ആഭ്യന്തര വകുപ്പ് നിഷ്ക്രിയമാണ് എന്നാണ് ഇതിലൂടെ അറിയാൻ കഴിയുന്നത്. നമ്മുടെ ഇന്ത്യൻ സുപ്രീം കോടതി അവരുടെ നിർദ്ദേശം പാലിക്കാൻ നമ്മളെല്ലാവരും, ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും ബാധിച്ചതാണ്, എല്ലാ സ്ഥാപനങ്ങളും ബാധിച്ചതാണ്. അതിന് പുറമെ നമ്മുടെ നിയമം അനുശാസിക്കുന്ന കോടതികളും പോലീസ് സ്റ്റേഷനും മറ്റുള്ള എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും CCTV അത്യാവശ്യവും അനിവാര്യമാണ്. എന്തെന്ന് വെച്ചാൽ അത് നമുക്ക് ഇന്നത്തെ ചുറ്റുപാടിൽ നമ്മുടെ എല്ലാ വീടുകളിലും കൂടി CCTV ആയ കാലഘട്ടങ്ങളാണ്. അതുകൊണ്ട് പിന്നെ എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും ആവേണ്ട അത്യാവശ്യം ഘടകം തന്നെയാണ്. അപ്പോൾ സുപ്രീം കോടതി ഉത്തരവ് പാലിക്കാൻ എല്ലാ സന്നദ്ധ സംഘടനകളും, പ്രൈവറ്റ് സ്ഥാപനങ്ങളും, ഗവൺമെൻറ് സ്ഥാപനങ്ങളും എല്ലാ മേഖലകളിലും പാലിക്കണം. അതുതന്നെയാണ്, അത് അത്യന്താപേക്ഷിതമാണ്. ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ്. പാവപ്പെട്ട ജനങ്ങൾക്കും സാധാരണ ജനങ്ങൾക്കും എല്ലാവിധ ചെറുപ്പക്കാർക്കും ഇപ്പോഴത്തെ പുതിയ ജനറേഷനെല്ലാം അത് അത്യന്താപേക്ഷിതമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഓണാഘോഷങ്ങളിൽ ഹരിതചട്ടങ്ങൾ കർശനമായി പാലിക്കണമെന്ന് മന്ത്രി MB രാജേഷ്. ആഘോഷവേളകളിൽ പലപ്പോഴും ഉയർന്ന തോതിൽ മാലിന്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ടെന്നും ആഘോഷങ്ങൾ കഴിഞ്ഞാൽ വൃത്തിയാക്കുന്നതും ഒരു ആഘോഷമാക്കി മാറ്റണമെന്നും മന്ത്രി. പാലക്കാട്ട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ. കാർഷിക സമൃദ്ധിയുടെ പൊന്നോണത്തെ വരവേറ്റ് മലയാളികൾ. പൂവിളിയും ആർപ്പുവിളിയുമായി ഓണാഘോഷത്തിമിർപ്പിൽ മലയാളക്കര. നാടെങ്ങും ഓണാഘോഷ പരിപാടികൾ സജീവം. ഗുരുവായൂരിൽ ദർശനത്തിനായി എത്തിയത് 10,000. കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനം. തിരുവോണനാളിൽ വേറിട്ട പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. പ്രതിഷേധ പരിപാടി തൃശൂർ DIG ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർ കുറ്റാരോപിതരായ പോലീസുകാർക്ക് പ്രതീകാത്മകമായി കൊലച്ചോറ് വിളമ്പി. കാര്യമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാത്തത് കുറ്റക്കാരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണെന്നും ആക്ഷേപം. കർഷകർക്ക് കണ്ണീരോണം. സപ്ലൈകോയ്ക്ക് നെല്ല് നൽകി 6 മാസം കഴിഞ്ഞിട്ടും കർഷകർക്ക് പണം ലഭിച്ചില്ലെന്ന് പരാതി. കർഷകരെ അണിനിരത്തി കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവോണനാളിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അടുപ്പുകൂട്ടി കഞ്ഞിവെച്ച് പ്രതിഷേധം. നബിദിനം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി മുസ്ലിം മതവിശ്വാസികൾ നബിദിനം ആഘോഷിച്ചു. നാടെങ്ങും വിവിധ മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും ആഘോഷ പരിപാടികളും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.